+2 ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും PSC ഹോൾ ടിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ 4ാമത്തെ ടോപ്പിക്കാണ് ഇൻ്റർനെറ്റ്. മുൻപ് ആദ്യത്തെ 3 വീഡിയോസ് കാണാത്തവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. ഇൻ്റർനെറ്റ് സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, different social media networking sites, examples, web designing, browser, HTML. അതിൻ്റെ ബേസിക്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ നെറ്റ്വർക്കിങ്ങിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് വിൻഡൻ സർഫ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ സർഫാണ്. Each computer in internet is known as host. ഇൻ്റർനെറ്റിലെ ഓരോ കമ്പ്യൂട്ടറും അറിയപ്പെടുന്നത് ഹോസ്റ്റ് എന്നാണ്. ഫസ്റ്റ് ഫോം ഓഫ് ഇൻ്റർനെറ്റ് അർപ്പാനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് അർപ്പാനെറ്റ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ഇത് 1969 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് US ഡിഫൻസ് ആണ് അർപ്പാനെറ്റ് ഡെവലപ്പ് ചെയ്തത്. എ ക്ലോസ്ഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക് ഇൻസൈഡ് എ കമ്പനി ഓർ ആൻ ഓർഗനൈസേഷൻ. ഇൻട്രാനെറ്റ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പ്രൈവറ്റ് നെറ്റ്വർക്കിങ്ങിനെയാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ടു കണക്ട് ഡിഫറെൻറ്റ് ഓഫീസസ് ഓഫ് എ കമ്പനി ഓർ ആൻ ഓർഗനൈസേഷൻ. എക്സ്ട്രാനെറ്റ് ഒരു കമ്പനിയുടെ ഡിഫറെൻറ്റ് ഓഫീസേഴ്സ് കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് എക്സ്ട്രാനെറ്റ്. ഇൻ്റർനെറ്റ് ഇൻ ഇന്ത്യ വാസ് ലോഞ്ച്ഡ് ഓൺ ഓഗസ്റ്റ് 14, 1995. 1995 ഓഗസ്റ്റ് 14 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ലോഞ്ച് ചെയ്തത് VSNL ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. www ഈസ് നോൺ ആസ് W3. വേൾഡ് വൈഡ് വെബ് W3 എന്നും അറിയപ്പെടുന്നു. www വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ March 13, 1989. 1989 മാർച്ച് 13 www നിലവിൽ വന്നത്. ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് ടിം ബെർണേഴ്സ്-ലീ. ടിം ബെർണേഴ്സ്-ലീ ആണ് wwwൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. വേൾഡ് വൈഡ് വെബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്. ഇൻ ഇന്ത്യ www Information Service launched on January 14, 1995. 1995 ജനുവരി 14 ഇന്ത്യയിൽ വേൾഡ് വൈഡ് വെബിൻ്റെ സർവീസസ് ലോഞ്ച് ചെയ്തത്. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ടു റിട്രൈവ് ആൻഡ് വ്യൂ ഇൻഫർമേഷൻ ഓവർ വേൾഡ് വൈഡ് വെബ്. വെബ് ബ്രൗസർ വേൾഡ് വൈഡ് വെബിൽ കൂടെ ഇൻഫർമേഷൻ കാണുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത വെബ് ബ്രൗസറാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസേഴ്സ്: മൊസില്ല ഫയർഫോക്സ്, ഓപ്പറ മിനി, സഫാരി, എപ്പിക്, UC ബ്രൗസർ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, സീമങ്കി, നെറ്റ്സ്കേപ്പ്, ടോർച്ച്, മൊസൈക്ക്, ഫ്ലൈയിങ് ഫിഷ്. ഇവയെല്ലാം വെബ് ബ്രൗസേഴ്സിന് ഉദാഹരണമാണ്. ഈ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ സീമങ്കി വെബ് ബ്രൗസറാണോ സെർച്ച് എഞ്ചിനാണോ എന്ന് ചോദിക്കാം. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം വെബ് ബ്രൗസേഴ്സ് ആണ്. ഫസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ് നെക്സസ്. നെക്സസ് ആണ് ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ.
നെക്സസ് ഡെവലപ്പ് ചെയ്തത് 1990 ടിം ബെർണേഴ്സ്-ലീ ആണ്. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ സഫാരി. ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസറാണ് സഫാരി. സഫാരി ഡെവലപ്പ് ചെയ്തത് ആപ്പിൾ ആണ്. ഇന്ത്യാസ് ഫസ്റ്റ് വെബ് ബ്രൗസർ എപ്പിക്. എപ്പിക് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ. എപ്പിക് ഡെവലപ്പ് ചെയ്തത് 2013 ഹിഡൻ റിഫ്ലെക്സ് ബാംഗ്ലൂർ. എപ്പിക് 13 ഇന്ത്യൻ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യും. Backbone of the www is made of the files called web pages. wwwൻ്റെ ബാക്ക്ബോൺ എന്ന് വിളിക്കുന്നത് വെബ് പേജസിനെയാണ്. The main page of a website is known as home page. ഒരു വെബ്സൈറ്റിൻ്റെ മെയിൻ പേജിനെ പറയുന്നതാണ് ഹോം പേജ്. ഒരുപാട് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സർഫിംഗ്. പാർട്ട് ഓഫ് URL which indicate particular web page. ഡൊമെയിൻ നെയിം. ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് ഒരു വെബ് പേജിനെ കാണിക്കുന്ന ഒരു URLൻ്റെ പാർട്ടിനെയാണ് ഡൊമെയിൻ നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ google.com. google.com എന്നത് ഒരു ഡൊമെയിൻ നെയിമാണ്. www.google.com എന്നത് ഒരു URL ആണ്. അതിൻ്റെ ഒരു പാർട്ടാണ് google.com. അതിനെയാണ് ഡൊമെയിൻ നെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. ഡൊമെയിൻ അബ്രിവേഷൻ എന്ന് പറയുന്നത് ഡൊമെയിൻ ഓർഗനൈസ്ഡ് ബൈ ഓർഗനൈസേഷൻ ഓർ കൺട്രി. ഫോർ എക്സാമ്പിൾ .com എന്നുള്ളത് ഒരു ഡൊമെയിൻ അബ്രിവേഷനാണ്. .in എന്നുള്ളത് ഒരു ഡൊമെയിൻ അബ്രിവേഷനാണ്. 2 ലെറ്റർ ഉള്ളത് കൺട്രി നെയിം ആയിരിക്കും. 3 ലെറ്റർ ഉള്ളത് ഓർഗനൈസേഷൻ്റെ ഡൊമെയിൻ അബ്രിവേഷൻസ് ആയിരിക്കും. ഇലക്ട്രോണിക് മെയിലിനെയാണ് ഇമെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫാദർ ഓഫ് ഇമെയിൽ റേ ടോമിൽസൺ. ഇമെയിലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റേ ടോമിൽസൺ. ഫസ്റ്റ് മെസ്സേജ് സെൻഡ് ത്രൂ ഇമെയിൽ QWERTY. ആദ്യമായി ഇമെയിലിലൂടെ അയച്ച മെസ്സേജ് QWERTY. ഇമെയിൽ സർവീസ് പ്രൊവൈഡഡ് ബൈ ഗൂഗിൾ ജിമെയിൽ. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ സർവീസാണ് ജിമെയിൽ. 2004 പോൾ ബുച്ചറ്റാണ് ജിമെയിൽ സ്ഥാപിച്ചത്. ഇമെയിൽ സർവീസ് പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്. മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ സർവീസാണ് ഔട്ട്ലുക്ക്. ഔട്ട്ലുക്കിൻ്റെ പഴയ പേര് ഹോട്ട്മെയിൽ എന്നാണ്. ഹോട്ട്മെയിൽ കണ്ടുപിടിച്ചത് സബീർ ഭാട്ടിയയും ജാക്ക് സ്മിത്തും ചേർന്നാണ്. അൺവാണ്ടഡ് ഓർ നോൺ റിക്വസ്റ്റഡ് ഇമെയിൽസ് സ്പാം. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽ ഇമെയിൽസിനെയാണ് സ്പാം എന്ന് പറയുന്നത്. സ്പിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പാം ഓവർ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്. SPIM അതിൻ്റെ ഫുൾ ഫോമാണ് സ്പാം ഓവർ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്. A website that provides the information on specific topics. സെർച്ച് എൻജിൻ. നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ചുള്ള വിവരം തരുന്ന ഒരു വെബ്സൈറ്റിനെയാണ് സെർച്ച് എൻജിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെർച്ച് എൻജിൻ ഇൻ ദ വേൾഡ് ആർച്ചി. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ആർച്ചി. ആർച്ചി ഡെവലപ്പ് ചെയ്തത് 1990 അലൻ എംറ്റേജ്, ബിൽ ഹീലൻ, ജെ പീറ്റർ ഡച്ച് എന്നിവരാണ് 1990 ആർച്ചി ഡെവലപ്പ് ചെയ്തത്. സെർച്ച് എൻജിൻ ഡെവലപ്ഡ് ബൈ ഇന്ത്യ guruji.com. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത സെർച്ച് എൻജിനാണ് guruji.com. സെർച്ച് എൻജിൻ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ബിങ്.
മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത സെർച്ച് എഞ്ചിനാണ് ബിങ്. ബിങ് ഡെവലപ്പ് ചെയ്തത് 2009 യാഹൂ വാസ് ഫൗണ്ടഡ് ബൈ ജെറി യാങ് ആൻഡ് ഡേവിഡ് ഫിലോ. 1994 ജെറി യാങ്ങും ഡേവിഡ് ഫൈലോയുമാണ് യാഹൂ സ്ഥാപിച്ചത്. യാഹൂവിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാലിഫോർണിയ. യാഹൂ AOL വാങ്ങിച്ച കമ്പനി വേരിസോൺ ആണ്. വേരിസോൺ കമ്പനിയാണ് യാഹൂവിനെയും AOL അമേരിക്ക ഓൺലൈൻ എന്ന കമ്പനിയെയും വാങ്ങിച്ചത്. പുതിയ പേര് യാഹൂവിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് അൽട്ടാബ എന്നാണ്. യാഹൂവിൻ്റെ പുതിയ പേര് അൽട്ടാബ. ഇമ്പോർട്ടൻറ്റ് സെർച്ച് എൻജിൻസ്: യാഹൂ, ഗൂഗിൾ, ബിങ്, ആൾട്ടാ വിസ്റ്റ, AOL സെർച്ച്, ഗുരുജി, DuckDuckGo, Ask.com, ബൈഡു, Chacha.com, ഹോട്ട്ബോട്ട്, ലൈക്കോസ്, എക്സൈറ്റ്, വെബ് ക്രോളർ. ഇവയെല്ലാം സെർച്ച് എൻജിൻസ് ആണ്. ഈ പേരുകൾ ഓർത്തു വയ്ക്കണം. സെർച്ച് എൻജിൻസും വെബ് ബ്രൗസേഴ്സും തമ്മിൽ മാറിപ്പോകരുത്. യാഹൂ, ഗൂഗിൾ, ബിങ്, ആൾട്ടാ വിസ്റ്റ, AOL സെർച്ച്, ഗുരുജി, DuckDuckGo, Ask.com, ബൈഡു, Chacha.com, ഹോട്ട്ബോട്ട്, ലൈക്കോസ്, എക്സൈറ്റ്, വെബ് ക്രോളർ. ഇതെല്ലാം സെർച്ച് എൻജിൻസ് ആണ്. ഗൂഗിൾ വാസ് ഫൗണ്ടഡ് ബൈ ലാറി പേജ്, സെർജി ബ്രിൻ. ലാറി പേജും സെർജി ബ്രിന്നും ചേർന്നാണ് ഗൂഗിൾ സ്ഥാപിച്ചത്. 1998 സെപ്റ്റംബർ 4 ഗൂഗിൾ സ്ഥാപിച്ചത്. ഗൂഗിളിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാലിഫോർണിയ. ഗൂഗിളിൻ്റെ മൊബൈൽ പേയ്മെൻറ്റ് സർവീസാണ് തേസ് എന്ന് അറിയപ്പെടുന്നത്. പ്രൊജക്റ്റ് ടാങ്കോ, പ്രൊജക്റ്റ് ലൂൺ എന്നിവയെല്ലാം ഗൂഗിളായിട്ട് ബന്ധമുള്ളതാണ്. ഗൂഗിളിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഡോണ്ട് ബി ഈവിൾ. ഡോണ്ട് ബി ഈവിൾ എന്നതാണ് ഗൂഗിളിൻ്റെ സ്ലോഗൻ. ഗൂഗിൾ വീഡിയോ ചാറ്റിംഗ് ആപ്പ് ഡ്യുയോ. ഡ്യുയോ എന്നതാണ് ഗൂഗിളിൻ്റെ വീഡിയോ ചാറ്റിംഗ് ആപ്പ് അറിയപ്പെടുന്നത്. ഗൂഗിളിൻ്റെ ഫസ്റ്റ് ഇന്ത്യൻ CEO സുന്ദർ പിച്ചെ. സുന്ദർ പിച്ചെയാണ് ഫസ്റ്റ് ഇന്ത്യൻ CEO. ഗൂഗിളിൻ്റെ ഫസ്റ്റ് IT ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തത് ഹൈദരാബാദാണ്. ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷനാണ് അല്ലോ. മോസ്റ്റ് പോപ്പുലർ സോഷ്യൽ മീഡിയ സൈറ്റ്സ് ആണ് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഗൂഗിൾ പ്ലസ്, യൂട്യൂബ്, പിൻട്രസ്റ്റ്, ഇൻസ്റ്റഗ്രാം, ടംബ്ലർ, ഓർക്കുഡ്, മൈസ്പേസ്, വൈബർ, സ്കൈപ്പ്, ടെലിഗ്രാം, ഹൈഫൈ, എല്ലോ. ഇനി നമുക്ക് അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫേസ്ബുക്ക് ഫൗണ്ടഡ് ബൈ മാർക്ക് സുക്കർബർഗ്. മാർക്ക് സുക്കർബർഗ് ആണ് ഫേസ്ബുക്ക് സ്ഥാപിച്ചത്. 2004 ഫെബ്രുവരി 4 ഫേസ്ബുക്ക് സ്ഥാപിച്ചത്. ഫേസ്ബുക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാലിഫോർണിയ. ഫേസ്ബുക്കിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് മൂവ് ഫാസ്റ്റ് വിത്ത് സ്റ്റേബിൾ ഇൻഫ്രാസ്ട്രക്ചർ. മൂവ് ഫാസ്റ്റ് വിത്ത് സ്റ്റേബിൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നതാണ് ഫേസ്ബുക്കിൻ്റെ മോട്ടോ. ഫേസ്ബുക്കിനെ ആക്രമിച്ച മാൽവെയർ ആണ് ഡിച്ച്മൈൻ. ഡിഗ്മൈൻ എന്നുള്ള മാൽവെയർ ആണ് ഫേസ്ബുക്കിനെ ആക്രമിച്ച മാൽവെയർ. വാട്സപ്പ് ഫൗണ്ടഡ് ബൈ ജാൻ കോം ആൻഡ് ബ്രയാൻ ആക്ടൺ. ജാൻ കോമും ബ്രയാൻ ആക്ടനുമാണ് 2009 വാട്സപ്പ് സ്ഥാപിച്ചത്. വാട്സപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ്. വാട്സപ്പിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാലിഫോർണിയ. 2014 ഫേസ്ബുക്ക് വാട്സപ്പിനെ ഏറ്റെടുത്തു. ട്വിറ്ററിൻ്റെ ഫൗണ്ടേഴ്സാണ് ജാക്ക് ഡോർസി, നോഹ ഗ്ലാസ്, ബ്ലിസ് സ്റ്റോൺ ആൻഡ് ഇവാൻ വില്യംസ്. ജാക്ക് ഡോർസി, നോഹ ഗ്ലാസ്, ബ്ലിസ് സ്റ്റോൺ ആൻഡ് ഇവാൻ വില്യംസ് ആണ് ട്വിറ്ററിൻ്റെ ഫൗണ്ടേഴ്സ്. 2006 ട്വിറ്റർ സ്ഥാപിച്ചത്. SMS ഓഫ് ദ ഇൻ്റർനെറ്റ് എന്നാണ് ട്വിറ്റർ അറിയപ്പെടുന്നത്. ട്വിറ്ററിലെ ഓരോ മെസ്സേജ് അറിയപ്പെടുന്നത് ട്വീറ്റ് എന്നാണ്. ട്വീറ്റ്സ് എന്നാണ് മെസ്സേജസ് അറിയപ്പെടുന്നത്. സ്വന്തമായി ട്വിറ്റർ അക്കൗണ്ടുള്ള ആദ്യത്തെ സ്മാരകം എന്ന് പറയുന്നത് താജ്മഹലാണ്. യൂട്യൂബ് സ്ഥാപിച്ചത് ചാഡ് ഹർലി, സ്റ്റീവ് ചെൻ ആൻഡ് ജാവേദ് കരീം.
ചാഡ് ഹർലി, സ്റ്റീവ് ചെൻ ആൻഡ് ജാവേദ് കരീം ഇവരാണ് യൂട്യൂബിൻ്റെ ഫൗണ്ടേഴ്സ്. 2005 യൂട്യൂബ് സ്ഥാപിച്ചത്. യൂട്യൂബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സാൻ ബ്രൂണോ, കാലിഫോർണിയ. ഓർക്കുഡ് ഫൗണ്ടഡ് ബൈ ഓർക്കുഡ് ബോയ്ക്കുട്ടൻ. ഓർക്കുഡ് ബയോക്കുട്ടനാണ് ഓർക്കുട്ട് സ്ഥാപിച്ചത്. 2004 ജനുവരി 24 ഓർക്കുട്ട് സ്ഥാപിച്ചത്. 2014 സെപ്റ്റംബർ 30 ഓർക്കുട്ട് ഷട്ട് ഡൗൺ ചെയ്തു. ലിങ്ക്ഡ്ഇൻ ഫൗണ്ടഡ് ബൈ റെയ്ഡ് ഹോഫ്മാൻ, അലൻ ബ്ലൂ ആൻഡ് എറിക് ക്ലേ. റെയ്ഡ് ഹോഫ്മാൻ, അലൻ ബ്ലൂ, എറിക് ക്ലേ 2003 ലിങ്ക്ഡ്ഇൻ സ്ഥാപിച്ചത്. ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ജോബ് ഓറിയൻറ്റഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. ഇനി കുറച്ച് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ പേര് പറയാം. ആവശ്യമുള്ളവർക്ക് അത് നോട്ട് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പ്ലസ് സ്ഥാപിച്ചത് 2011 ജൂൺ 28. മൈസ്പേസിൻ്റെ സ്ഥാപകരാണ് ക്രിസ് ഡക്വോൾഫ് ആൻഡ് ടോം ആൻഡേഴ്സൺ. ടോം ആൻഡേഴ്സൺ ആണ് മൈസ്പേസിൻ്റെ സ്ഥാപകർ. വൈബർ സ്ഥാപിച്ചത് ടാൽമൻ മാക്രോയാണ് 2010 വൈബർ സ്ഥാപിച്ചത്. സ്കൈപ്പിൻ്റെ സ്ഥാപകരാണ് പി കേസിസാലു ആൻഡ് ജാൻ ടാലിൻ ആണ് സ്കൈപ്പിൻ്റെ സ്ഥാപകർ. ടെലിഗ്രാം ഫൗണ്ട് ചെയ്തത് പവൽ ദുരോവ് ആൻഡ് നിക്കോളായ് ആണ് ടെലിഗ്രാം സ്ഥാപിച്ചത്. ഹൈഫൈ സ്ഥാപിച്ചത് രാമു യസമഞ്ചിയാണ് ഹൈഫൈ സ്ഥാപിച്ചത്. എല്ലോ സ്ഥാപിച്ചത് പോൾ ബട്ട്നിറ്റ്സ് ആണ് എല്ലോ സ്ഥാപിച്ചത്. HTTP ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് HTTP എന്ന് പറയുന്നത്. HTTPയുടെ സെക്യൂർ ഫോമാണ് HTTPS, ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. FTPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് SMTP. HTML മീൻസ് ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. HTML ആണ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ആണ് ഒരു വെബ് പേജ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് HTML. ഒരു വെബ് ബ്രൗസറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ക്രോം, എഡ്ജ്, ഫയർഫോക്സ്, സഫാരി, ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് HTML ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് അത് കറക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഒരു വെബ് ബ്രൗസറിൻ്റെ പർപ്പസ്. താങ്ക് യു.